Good afternoon. Welcome to Daily News Analysis Session. In the DNS session, നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ടോപ്പിക്സ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് 3 ആർട്ടിക്കിൾസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തേണ്ട ടോപ്പിക്സ് ആണ്. ദെൻ ഫോർത്ത് ടോപ്പിക് നമുക്ക് പ്രിലിംസിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് മാറിയിരിക്കുന്ന വേൾഡ് ജോഗ്രഫിയുടെ പെർസ്പെക്ടീവിലുള്ള മാപ്പിംഗ് സീരീസിൽ പെടുന്ന ഒരു ടോപ്പിക്കാണ്. റെഡ് സീയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ ഫസ്റ്റ് 3 ടോപ്പിക്സിനെ ജസ്റ്റ് നമുക്കൊരു ഡീബ്രീഫിംഗ് നോക്കാം. എന്താണ് ടോപ്പിക് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫിംഗ് നടത്താം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ വാർത്തയിൽ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അമേരിക്ക ഇപ്പം ഈടാക്കിക്കൊണ്ടിരിക്കുന്ന റെസിപ്രോക്കൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ഒരു ക്ലാസ് നമ്മൾ DNS സെഷനിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് റെസിപ്രോക്കൽ ടാക്സേഷൻ എന്നുള്ള കാര്യം. അപ്പോൾ ആ റെസിപ്രോക്കൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺഫോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡൗൺഫോളിന്റെ എഫക്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തന്നെയാണെങ്കിലും താഴേക്ക് പോകുന്ന ഒരു രീതി നമ്മൾ ഇപ്പോൾ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രീതികൾ മൂലം ഗ്ലോബൽ ലെവലിൽ എന്തൊക്കെ ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാവുക, സ്പെസിഫിക്കലി ഇന്ത്യൻ എക്കണോമിയിൽ എന്ത് ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാവുക, അതിനെ എങ്ങനെയായിരിക്കണം നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് വിത്ത് ഹെൽപ്പ് ഓഫ് RBI അല്ലെങ്കിൽ SEBI അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് ആയിരിക്കണം സ്വീകരിക്കേണ്ടത് തുടങ്ങിയ ഒരു പെർസ്പെക്ടീവ് ഡീറ്റെയിൽ അനാലിസിസ് ആയിരിക്കും നമ്മൾ ആ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാരണം തന്നെ മെയിൻസിന്റെ പെർസ്പെക്ടീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് അത് കുറച്ചുകൂടെ കേരള റിലേറ്റഡ് ടോപ്പിക് ആണ്. ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ദ നാഷണൽ പെർസ്പെക്ടീവ് ഓൾസോ ബിക്കോസ് ഫ്രം April 10 K-Smart to cover പഞ്ചായത്ത് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. വെറും ഗവേണൻസ് അല്ല, ഇലക്ട്രോണിക് രീതിയിലുള്ള ഗവേണൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഗവേണൻസിന്റെ പെർസ്പെക്ടീവിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർ ദ ടോപ്പിക് ഓഫ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്താണ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഗവേണൻസ് നടപ്പാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടാൻ പോകുന്നത്, മെയിൻ അതിന്റെ അഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ അതിന്റെ ഒരു കുറച്ച് ചലഞ്ചസും നമ്മൾ കൃത്യമായിട്ടും അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എനിവേ ആ ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ് ക്ലീൻ വോട്ടർ ലിസ്റ്റ് ഓർ ദ ചോയ്സ് ഓഫ് ആധാർ ലിങ്കേജ്. അതായത് ഇപ്പൊ നമ്മുടെ നിലവിൽ ഇലക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ലോക്സഭ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷം കേരളത്തിൽ നമ്മൾ നിയമസഭാ ഇലക്ഷൻസ് വരാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇലക്ഷൻസ് നമുക്ക് ഇനി അപ്കമിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ബോഗസ് വോട്ടിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കള്ള വോട്ടുകളൊക്കെ മാക്സിമം തടയുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ട് കാലം തൊട്ടിട്ടേയും ഈ ഒരു ഇലക്ഷൻ സംവിധാനങ്ങളിൽ നമ്മൾ വോട്ടർ ID ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ ആളുകൾക്കും വോട്ടർ ID ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ വോട്ടിംഗ് സിസ്റ്റം ഫുൾ പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതൊരു ഉദാഹരണമായിട്ട് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഇൻസ്റ്റൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് 2024 മഹാരാഷ്ട്രയിൽ നടന്ന അവിടുത്തെ നിയമസഭാ ഇലക്ഷനിൽ വെറും ഏകദേശം ഒരു 5 മാസത്തിനിടയിൽ 40 ലക്ഷം പുതിയ വോട്ടേഴ്സിനെയാണ് അവിടെ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആയി മാറിയത്? ഓർ ഇറ്റ്സ് എൻ ഇഷ്യൂ ഇൻ ദ കറന്റ്ലി വോട്ടിംഗ് സിസ്റ്റം. ആ വോട്ടിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വോട്ടർ ID ഇഷ്യൂ ചെയ്തതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുതിയതായിട്ടൊരു തീരുമാനം എടുക്കും. കഴിഞ്ഞ മാർച്ചിൽ തീരുമാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വോട്ടർ ID ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്ന രീതിയിൽ. അപ്പൊ എനിവേ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് നോർമൽ ഐഡിയും അതുപോലെ യുണീക്ക് ഐഡിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇങ്ങനെ ഒരു സിസ്റ്റം നടപ്പാക്കി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ഇലക്ഷൻ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്, അതുപോലെ തന്നെ ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ടു ഓൺ ദ പെർസ്പെക്ടീവ് ഓഫ് ഗവേണൻസ് റിലേറ്റഡ് ആണ്, പൊളിറ്റി എന്നുള്ള ഒരു പെർസ്പെക്ടീവിലാണ് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മളൊരു പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ മാപ്പിംഗ് സീരീസിൽ നിന്നും പെടുന്ന ഒരു ടോപ്പിക്കാണ് റെഡ് സീ, അതിന്റെ ബോർഡറിംഗ് കൺട്രീസ് ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആർട്ടിക്കിൾസിലേക്കും കടന്നേക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേജിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ കാണാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിന്റെ സ്ക്രീൻഷോട്ട് ആണ് ബേസിക്കലി ഇത്. ഇന്ത്യൻ ഇൻഡിസസ് പ്ലഞ്ചസ് ട്രേഡ് വാർ ഫിയേഴ്സ് ഗ്രിപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു പ്രിലിംസിന്റെ ഒരു ഫാക്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു പിക്ചർ കാണാൻ സാധിക്കില്ല, ബിയറിന്റെ പിക്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ബിയറിനെ യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ അസറ്റ്സ് എക്കണോമി താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫോൾ ചെയ്യുമ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഈ ബെയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് നിങ്ങൾ പത്രമൊക്കെ വായിക്കുമ്പോഴേക്കും കറന്റ് എക്കണോമി ഈസ് ഷോയിങ് സം കൈൻഡ് ഓഫ് ബെയറിഷ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഡിനോട്ട്സ് അവർ എക്കണോമി ഈസ് ഫോളിംഗ് ഡൗൺ എന്നുള്ളതിന്റെ ടോപ്പിക്കാണ് സൂചിപ്പിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇവരുടെ അറ്റാക്കിംഗ് മൂവ്മെന്റ്സിനെ സൂചിപ്പിക്കുന്നത്. ബെയർ അറ്റാക്ക് ചെയ്യുന്നതിന്റെ വീഡിയോസ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. മീൻസ് താഴത്തേക്ക് ആളുകളെ പഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ബെയർ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്കണോമി താഴത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ബെയറിഷ് മൂവ്മെന്റ് ആണ് എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവിൽ പറയാറുണ്ട്.
ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നീക്കമാണ് ബുള്ളിഷ് നീക്കം എന്ന് പറയുന്നത്. ബുൾ, ഓക്കെ, ബുൾ എന്നുള്ളതിന്റെ ഒരു നീക്കം. ചിലപ്പോൾ നിങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, എക്കണോമി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം പത്രത്തിൽ ആ ഒരു വാർത്തയുടെ സൈഡിൽ ഇപ്പൊ ഇവിടെ ബെയർ കാണിച്ച പോലെ തന്നെ അവിടെ ബുള്ളിന്റെ ഒരു രൂപം കാണിക്കാറുണ്ട്. ബുൾ അറ്റാക്ക് നിങ്ങൾക്ക് അറിയാം, അതിന് ഈ പറഞ്ഞ ഇതിന് മുകളിലേക്കാണ് അറ്റാക്ക്, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എക്കണോമി മുകളിലേക്ക് പോകുന്നതിന് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ ബുള്ളിഷ് മൂവ്മെന്റ് എന്ന് പറയാറുണ്ട്. എക്കണോമി താഴത്തേക്ക് പോകുമ്പോൾ അത് നമ്മൾ ബെയറിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെന്റ് എന്നാണ് നോർമലി ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കറന്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക ഇൻഡെക്സുകളും എക്കണോമിക്കൽ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യുന്ന ഒട്ടുമിക്ക ഇൻഡെക്സുകളും ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ താഴത്തോട്ട് പോകണം. ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഇൻഡെക്സുകളാണുള്ളത്. നമ്മൾ വാർത്തയിൽ കേൾക്കാറുണ്ട് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കാറില്ലേ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിഫ്റ്റി, അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ BSE. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ. ഇത് രണ്ടും നിലവിൽ പറയുകയാണെങ്കിൽ ഡൗൺഫോൾ ട്രെൻഡ്. ഇത് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഏകദേശം -3.24% ഡൗണിലാണ് ഇപ്പൊ നിൽക്കുന്നത്. BSE സെൻസെക്സ് ഈ പറഞ്ഞ പോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെൻസസ് നിലവിൽ ഈ പറഞ്ഞ പോലെ -2.95% താഴത്തേക്കാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ UK ഇൻഡെക്സ്, സൗത്ത് കൊറിയൻ ഇൻഡെക്സ്, then അങ്ങനെ ഹോങ്കോങ്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ നിലവിൽ പറയുവാണെങ്കിൽ താഴത്തേക്ക്, ഐ മീൻ ഡൗൺഫോൾ ട്രെൻഡ് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ റീസെന്റ് ഡൊണാൾഡ് ട്രംപ് ഈടാക്കി തുടങ്ങിയിരിക്കുന്ന ആ ഒരു റെസിപ്രോക്കൽ ടാക്സേഷൻ ആണ്. ബിക്കോസ് ആ ഒരു ടാക്സ് സംവിധാനം നിലവിൽ ഗ്ലോബൽ ലെവലിൽ തന്നെ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ജനിപ്പിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇനി നാളിൽ ഇവിടുന്നുള്ള ട്രേഡിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും തുടങ്ങിയതിനെ കുറിച്ചിട്ട് ഒരു വലിയൊരു കൺഫ്യൂഷൻസ് ആണ്. റീസെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജാഗ്വർ ലാൻഡ് റോവർ ഒക്കെ ആണെങ്കിലും അമേരിക്കയിലേക്കുള്ള അവരുടെ വാഹനങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു സംവിധാനം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ട്രംപ് ഉദ്ദേശിക്കുന്ന എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തത കിട്ടാത്തതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഓട്ടോമൊബൈൽ കമ്പനികളൊക്കെ തന്നെ ഒട്ടുമിക്ക കമ്പനികളും അവരുടെ വാഹനങ്ങൾ ഈ പറഞ്ഞ മറ്റെവിടെയെങ്കിലും ആയിരിക്കും, ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലായിട്ടായിരിക്കും ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്നത്. അവിടുന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയാണ് പൊതുവിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു കയറ്റുമതി നീക്കങ്ങളൊക്കെ പല വാഹന നിർമ്മാണ കമ്പനികളും നിർത്തിവെച്ചിരിക്കുകയാണ്, താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്, ബിക്കോസ് ഓഫ് ദിസ് കൺഫ്യൂഷൻ ഫാക്ടേഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉള്ള കാരണം ഗ്ലോബൽ ലെവലിൽ തന്നെ നോക്കുകയാണെങ്കിൽ എക്കണോമി ഒരു ഡൗൺഫോൾ ട്രെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയിലും കണ്ടുവരുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമിയിൽ കണ്ടുവരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ തന്നെ താഴത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ താഴത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആളുകൾക്ക് ഡോളറിൽ നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു പേടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇന്ത്യക്ക് ഒരു ഗുണം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഞാനത് പറഞ്ഞു തരാം. ഇന്ത്യക്ക് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് നിങ്ങൾ വാർത്ത കണ്ടു കാണുമായിരിക്കും, ഇന്ത്യൻ റുപ്പി ഏകദേശം നമ്മൾ ഒരു 30 പൈസയോടടുത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ റുപ്പി കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കറക്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നിലവിൽ നീക്കം നടന്നതിന്റെ കാരണങ്ങളൊക്കെ തന്നെ പറയുവാണെങ്കിൽ അവർ ഡോളറിൽ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അത്ര ഈ പറഞ്ഞ രീതിയിൽ ഒരു എന്താ പറയാ ഒരു വിശ്വാസം വരുന്നില്ല. അതുപോലെ തന്നെ ഗോൾഡിന്റെ ഒക്കെ ആണെങ്കിലും പറയുകയാണെങ്കിൽ സ്വർണത്തിന്റെ നിരക്കുകൾ താഴത്തേക്ക് പോയിട്ടുണ്ട്. ആ നിരക്കുകൾ കുറയാനുള്ള കാരണവും ആളുകളൊക്കെ തന്നെ ഇപ്പോൾ സ്വർണത്തിന് ഇത്രയും നാൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്വർണത്തിന് വില കൂടാൻ കാരണം സ്വർണത്തിന് ഒരു സേഫ് ഒരു നിക്ഷേപമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പലപ്പോഴും കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പോൾ ആളുകൾക്ക് ഒരു പേടി ജനിപ്പിക്കുന്നുണ്ട്. നാളെ ഇതിന്റെയൊക്കെ വില എന്താവും അല്ലെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്താവും എന്നുള്ള ഒരു കാര്യത്തിൽ കൊണ്ടിട്ട് അതിനെല്ലാം ആളുകൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ പെട്ടെന്ന് ആളുകൾ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെയൊക്കെ മൂല്യം താരതമ്യേന കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്. അതിപ്പോൾ ഗോൾഡിന്റെ പ്രൈസിലാണെങ്കിലും കണ്ടുവരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ടായ ഒരു നേട്ടം വേറൊരു മാർഗത്തിൽ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനികൾ അവരുടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ താരതമ്യേന കൂട്ടിയിട്ടുണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ സാംസങ്, അതുപോലെ ആപ്പിൾ, കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്ത കണ്ടു കാണുമായിരിക്കും. ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവർക്ക് ഇത്ര നാൾ ഇവരുടെ നല്ലൊരു രീതിയിലുള്ള പ്രൊഡക്ഷൻ വന്നുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്നാണ്. ഇപ്പൊ ഇനി മുതൽ ഈ റെസിപ്രോക്കൽ ടാക്സേഷൻ കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നുണ്ടായിരുന്നു, ചൈന അവരുടെ റെസിപ്രോക്കൽ ടാക്സേഷൻ എതിരായിട്ട് ചൈന ഈടാക്കാൻ പോകുന്ന ടാക്സേഷൻ സംവിധാനം മാറ്റിയില്ല എങ്കിൽ അവർക്കെതിരെ ചാർജ് ചെയ്യാൻ പോകുന്ന 105%, 105% ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. വിച്ച് മീൻസ് 100 റുപ്പീസ് വിലയുള്ള ഒരു വസ്തുവിന് ഇനി മുതൽ 205 രൂപ വിലയാകുന്ന ഒരു സാഹചര്യം വരും ചൈനയിൽ നിന്ന് കയറി വരുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചൈനയിലൊക്കെ തന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്ന പല നിർമ്മാതാക്കളും അവർക്ക് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ഇന്ത്യയിൽ താരതമ്യേന 26% ഉള്ള റെസിപ്രോക്കൽ അമേരിക്ക ഈടാക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയും കാര്യങ്ങളൊക്കെ മിക്ക നിർമ്മാതാക്കളും സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ ഇന്ത്യയുടെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്ക് ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന നീക്കങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. എനിവേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം. അപ്പൊ എനിവേ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ചർച്ചകൾ നടക്കാൻ പോകുന്നത് സിഗ്നിഫിക്കന്റ്ലി ആ മാർക്കറ്റ് വോളറ്റിലിറ്റിയെ കുറിച്ചിട്ടും പിന്നെ അതേപോലെ ഇപ്പൊ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റ് വോളറ്റിലിറ്റി പല എക്കണോമിസ്റ്റുകളും കമ്പയർ ചെയ്യപ്പെടുന്ന
COVID-19 ലോസുമായിട്ട് ബന്ധപ്പെട്ടാണ്. COVID-19 ഒരു സമയത്താണ് ഇതുപോലെ എക്കണോമികളൊക്കെ തന്നെ ഗ്ലോബൽ എക്കണോമി താഴത്തേക്ക് ഒരു റിസഷൻ ട്രെൻഡ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു നീക്കത്തിന് ഇപ്പോൾ കറന്റ് ഗ്ലോബൽ എക്കണോമി മിറർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതുപോലൊരു നീക്കത്തിലൂടെയാണ് എക്കണോമി കടന്നു പോകുന്നത് എന്നുള്ളതാണ് മിക്ക എക്കണോമിസ്റ്റുകളും ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ എനിവേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങൾ പറയുന്നത് ഡീപ് പ്ലഞ്ച് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മൾ ആ ഒരു ഡേറ്റയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. BSE 2.95% ആണ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്ന മിക്കവാറും തന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണ്. എസ്പെഷ്യലി ടാറ്റ സ്റ്റീൽ, L&T, ടാറ്റ മോട്ടോഴ്സ്, ഇങ്ങനെയൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പല വാഹന നിർമ്മാണ കമ്പനികളും അവരുടെ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ എക്സ്പോർട്ട് ടു അമേരിക്ക താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് എന്താണ് ഇതിന്റെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന കാരണം ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് യൂണിറ്റുകൾ അവരുടെ ഈ പറഞ്ഞ രീതിയിൽ ഷെയർ മാർക്കറ്റിലാണെങ്കിലും താഴത്തേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ ഇതാണ് ബേസിക്കലി. എന്നാൽ നേരെ തിരിച്ച് നിഫ്റ്റി പറഞ്ഞ രീതിയിൽ IT ഇൻഡസ്ട്രീസുകൾ, ഇൻഫർമേഷൻ ടെക്നോളജി, ഐ മീൻ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനികളിലൊക്കെ താരതമ്യേന കുറച്ചുകൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് കമ്പയർഡ് ടു അതർ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അതർ സെക്ടേഴ്സ് ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്ക് നഷ്ടം രേഖപ്പെടുത്തിയിട്ടില്ല എന്നല്ല, ബട്ട് കമ്പയർഡ് ടു അതർ സെക്ടേഴ്സ് അവർക്ക് ഉണ്ടായ നഷ്ടം താരതമ്യേന ഇച്ചിരി കുറവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. സോ ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ കീ ഫാക്ടേഴ്സ് അഫക്ടിങ് ഇന്ത്യൻ മാർക്കറ്റ്സ്, ഇന്ത്യൻ ഫാക്ടേഴ്സിനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു അൺസർട്ടിറ്റിയാണ്. അതായത് നാളത്തേക്ക്, കാരണം നമ്മൾ അറിയാം ഇപ്പൊ നമുക്ക് ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരുന്ന ഒരു ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് തന്നെ നല്ലൊരു പങ്ക് FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇവയെ ഹോട്ട് മണി എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നത്. കാരണം എപ്പം വേണമെങ്കിലും അവർ വരാം, എപ്പം വേണമെങ്കിലും തിരിച്ച് പോവുകയും ചെയ്യാം. ഇവർ വരുമ്പോൾ നല്ല കാര്യമാണ്, നമുക്ക് ഇക്കണോമിയിലേക്ക് അത്യാവശ്യം നല്ല ഫണ്ടിങ് കിട്ടും. ബട്ട് ഇവർ തിരികെ എപ്പം വേണമെങ്കിലും പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പോകുമ്പോൾ ഇന്ത്യൻ റുപ്പി അതുപോലെ തന്നെ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും പോകുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്നും ഫണ്ടുകളൊക്കെ വിഡ്രോ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി മൂലമാണ് നമ്മുടെ മാർക്കറ്റിലും ഇത്രത്തോളം ഒരു ലോ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു റിസഷൻ ട്രെൻഡ് എക്കണോമിയിൽ കണ്ടുവരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ദെൻ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കറന്റ്ലി പറയുവാണെങ്കിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആണ്, ഒരു ബുള്ളിഷ് നീക്കമാണ് ഇപ്പോൾ, ഒരു ബെയറിഷ് നീക്കമാണ് എക്കണോമിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എസ്പെഷ്യലി മാനുഫാക്ചറിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടേഴ്സ് ആണ് കൂടുതലായിട്ടും ഈ ഒരു ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് പോയി ലോസസ് ആയിട്ട് മാറിയിരിക്കുന്ന കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ ഇതിനെ ഹിസ്റ്റോറിക്കൽ കണ്ടക്സ് വെച്ചിട്ട് നമ്മൾ എന്താ പറയാ കമ്പയർ ചെയ്യുന്ന COVID-19 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ലോയിലേക്കാണ്. എസ്പെഷ്യലി കാരണം റിസഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതൊരു കമ്പോണന്റ്. ബിക്കോസ് വേറൊന്നുമല്ല, എക്കണോമിയിൽ പൊതുവിൽ നമ്മളൊരു 4 സ്റ്റേജസ് ആയിട്ട് എക്കണോമി ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഗ്രോത്ത്, സ്ലോ ഡൗൺ, റിസഷൻ ആൻഡ് ഈ പറഞ്ഞ രീതിയിൽ റിഫ്ലക്ഷൻ എന്ന് ബേസിക്കലി പറയാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എക്കണോമി വളരുന്ന ഒരു സാഹചര്യമാണ്. അവിടെ നിന്നും ആ വളർച്ച താരതമ്യേന കുറയുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നവരാണ് സ്ലോ ഡൗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ താഴത്തേക്ക് നീങ്ങും. ആ വളർച്ച നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി റിസഷൻ എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. ആ റിസഷൻ ഒരു പരിധി കഴിഞ്ഞിട്ട് വീണ്ടും എക്കണോമി കരകയറാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദാറ്റ്സ് കോൾ ഈ പറഞ്ഞ രീതിയിൽ വീണ്ടും എക്കണോമി റീഗ്രോത്ത് ചെയ്യുന്ന ഒരു കാലഘട്ടമാണത്. ആ റീഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ നഷ്ടമുണ്ട്, പക്ഷെ ആ നഷ്ടത്തിന്റെ അളവ് താരതമ്യേന കുറച്ച് വരുന്നതാണ് റീഫ്ലേഷൻ എന്നുള്ള ബേസിക്കലി നമ്മളിവിടെ സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു 4 സ്റ്റേജസിലൂടെയാണ് ബേസിക്കലി എക്കണോമി കടന്നു പോകുന്നത്. അതിൽ റിസഷൻ എന്ന് പറയുന്നത് ഈ ഡൗൺവേർഡ് ട്രെൻഡ് ആണ്. ഇവിടെ ആണ് റിസഷൻ എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടമാണ് റിസഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ട്രെൻഡിലേക്ക് എക്കണോമി നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ ജോബ് ലോസ് ഈ പറഞ്ഞ പോലെ ഉണ്ടാകാനുള്ള ചാൻസ്, വിച്ച് മീൻസ് ഒന്ന് നമുക്ക് ഇവിടെ എഴുതാം അൺഎംപ്ലോയ്മെന്റ് കൂടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അൺഎംപ്ലോയ്മെന്റ് വളരെയധികം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ഇൻകം ഈ പറഞ്ഞ പോലെ നോർമലി കുറയും. അപ്പൊ ഹൗസ് ഹോൾഡ് ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനൊക്കെ തന്നെ അത് പ്രശ്നം സൃഷ്ടിക്കാം. അല്ലെങ്കിൽ പോവർട്ടി പോലുള്ള പലവിധ പ്രശ്നങ്ങളും എക്കണോമിയിൽ കൂടി വരാനായിട്ടുള്ള ചാൻസസും ഇവിടെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതൊക്കെയായിരുന്നു നമ്മൾ COVID-19 കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു നീക്കം, ഒരു റിസഷൻ ട്രെൻഡ് ഇപ്പോൾ ഗ്ലോബൽ ലെവലിലും പല എക്കണോമിസ്റ്റുകൾ മുന്നിൽ കാണുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ് കൈൻഡ്സ് ഓഫ് റീസൺസ്. അതുകൊണ്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് എസ്പെഷ്യലി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നേസൻ സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും അൺസർട്ടനിറ്റീസ് നമ്മുടെ എക്കണോമിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ അതിനെ തരണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് RBI സെൻട്രൽ ബാങ്കിന്റെയും അതുപോലെ ഗവൺമെന്റിന്റെയും ഒരു ഇൻഫ്ലുവൻസ് വളരെ വളരെ ആവശ്യമാണ്. ബിക്കോസ് ഗവൺമെന്റ് ഇവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇവിടെ കൂടുതലും ബിസിനസ് അറ്റ്മോസ്ഫിയർ മെച്ചപ്പെടുത്താൻ സാധിക്കും. ബിക്കോസ് അതൊരു നല്ല കാര്യമാണ്. കാരണം ചൈന പോലുള്ള രാജ്യങ്ങളും ഇപ്പം അമേരിക്ക തമ്മിൽ ട്രേഡ് വാറിന്റെ ഇഷ്യൂയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പല ചൈനീസ് മാനുഫാക്ചറിംഗ് കമ്പനികളിൽ പല ചൈനയിലെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുള്ള മറ്റ് വിദേശ കമ്പനികളും അവരൊരു സേഫ് ഹെവൻ സ്വീകരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അവരെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിനുള്ള ഒരു ബെറ്റർ പോളിസീസ് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതാൻ പറ്റും. ഇന്ത്യയിലെ ബിസിനസ് അറ്റ്മോസ്ഫിയർ ബെറ്റർ ആകുകയും അതിലൂടെ കൂടുതൽ ആളുകൾക്ക് ജോലി നേടാനുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു നല്ലൊരു കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് നല്ലൊരു ഇൻഫ്ലുവൻസ് ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ബിക്കോസ് ലൈക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്, ഇപ്പം ഗവൺമെന്റ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ബിസിനസ് അറ്റ്മോസ്ഫിയർ വളർത്താൻ സഹായിക്കുന്ന പോളിസികൾ സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്ത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ഈ ഒരു ക്രൈസിസിനെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ RBIയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും കൃത്യമായിട്ടുള്ള മെഷേഴ്സുകൾ സ്വീകരിക്കാൻ സാധിക്കണം. ലൈക്ക് ഫണ്ടിന്റെ മൂവ്മെന്റുകളെ കുറിച്ച് കാര്യങ്ങളൊക്കെയുള്ള രീതിയിൽ, ഈ പറഞ്ഞ രീതിയിൽ ഫോറിൻ എക്സ്ചേഞ്ച് മൂവ്മെന്റുകളെ കുറിച്ചുള്ള രീതികളിൽ RBIക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ് RBIക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഇന്ത്യയിലെ ബിസിനസ് അറ്റ്മോസ്ഫിയർ വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ക്രൈസിസിനെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇന്ത്യൻ എക്കണോമിക്ക് വളരാനായിട്ടുള്ള സാഹചര്യം കൂടി ഇത് ഉണ്ടാക്കി നൽകും എന്നുള്ള കാര്യം കൂടി ഓതർ ആ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ശരി, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ആർട്ടിക്കിൾ, ഫ്രം April 10 കെ സ്മാർട്ട് ടു കവർ പഞ്ചായത്ത് എന്നതാണ് ആർട്ടിക്കിൾ ഹെഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ഇതൊരു ടോപ്പിക് ഗവേണൻസ്, എസ്പെഷ്യലി ഈ ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പഠിക്കുന്നത്. ഈവൻ ദോ ഇത് സ്റ്റേറ്റ് സ്പെസിഫിക് ആർട്ടിക്കിൾ ആണെങ്കിൽ പോലും ഫോർ മെയിൻസ് നമുക്ക് ഇത് ആവശ്യമായിട്ട് മാറിയേക്കാം. ലൈക്ക് ഈ ഗവേണൻസിന്റെ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എക്സാമ്പിൾസ് ആയിട്ട് കോട്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കെ സ്മാർട്ട് എന്നുള്ളതാണ് കേരള ഗവൺമെന്റ് ഈ ഒരു ഇനീഷ്യേറ്റീവ്. ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്താണെന്നുള്ള കാര്യം ഓർക്കാം. ഇറ്റ്സ് എ Kerala State Government's initiative project to make available services of local self-government institutions on a uniform platform. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ തന്നെ പോളിസികളും പ്രൊജക്ടുകളൊക്കെ തന്നെ നമുക്കൊരു യൂണിഫോം പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ട് ലക്ഷ്യം. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് കെ സ്മാർട്ട്. ഓക്കെ, എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ഈ കേരള സ്മാർട്ട് എന്നുള്ളതിന്റെ ഫുൾ ഫോം ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനിമേ നമുക്ക് ഇതിന്റെ, ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രധാനമായിട്ട് എക്സാം റിലേറ്റഡ് പഠിക്കേണ്ടത് ഈ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. സോ മൂവിംഗ് ഓൺ ടു ദ ഈ ഗവേണൻസ് എന്ന് വെച്ചാൽ നോർമൽ ഗവേണൻസ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്ത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പറഞ്ഞവരാണ് ഈ ഗവേണൻസ്. സോ ഈ ഗവേണൻസ് യൂസസ് ടെക്നോളജി ടു പ്രൊവൈഡ് പബ്ലിക് സർവീസസ് ആണ്. കറന്റ് പറയുന്നത് 2023 ഡേറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഈ ഗവേണൻസിന്റെ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $58.8 ബില്യൺ ആണ്. അത് 2030 ആകുമ്പോഴേക്കും വിത്ത് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 14.9% ഓവറോൾ ആനുവൽ ഗ്രോത്ത് റേറ്റ് കൊണ്ടുവരാനായിട്ട് അതിന് ആ ഒരു കഴിവുള്ള മേഖല കൂടിയാണ്. കാരണം കൂടുതൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുന്നതിനനുസരിച്ച് കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ ഗവേണൻസ് രീതിയിലേക്ക് മാറാനുള്ള ചാൻസുകളും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഗവേണൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടു ഇംപ്രൂവ് എഫിഷ്യൻസി ഇൻ ഗവൺമെന്റ് സിസ്റ്റത്തിലെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ട്രാൻസ്പെറൻസി വർദ്ധിപ്പിക്കുക, അതുപോലെ ആക്സസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക തുടങ്ങിയതൊക്കെയാണ് നമ്മുടെ ഈ ഗവേണൻസ് മേഖലയിലെ കൂടുതൽ ഗോൾസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സോ ഇതിനകത്ത് ഓരോ ഗോൾസ് നമുക്ക് കൃത്യമായിട്ട് നോക്കണം. ഒന്നാമതായിട്ട് എങ്ങനെയാണ് ഈ ഗവേണൻസ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസിയിലേക്ക് നയിക്കുക. സോ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി നയിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പോലും പല ഗവൺമെന്റ് ഓഫീസുകളിലും ഫയലുകൾ ഫിസിക്കൽ ഫയലുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫയൽസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഒരു പെൻഷൻ സ്കീമാന്ന് വിചാരിക്കാം. ഒരു പെൻഷൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയൽ നീങ്ങണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേ ബി നമ്മുടെ തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്ട് കളക്ടറേറ്റിൽ കൊണ്ടുപോയി അപേക്ഷ ഫോം ഒക്കെ കൊടുക്കും. അവിടുന്ന് മേ ബി പറഞ്ഞ രീതിയിൽ കളക്ടർ അത് പരിശോധിച്ചിട്ട് അത് നേരെ സെക്രട്ടേറിയറ്റിൽ കൊടുക്കുന്നു വിചാരിക്കാം. പണ്ട് കാലങ്ങളിൽ ഈ കളക്ടറേറ്റിൽ നിന്നും ഈ ഫയൽ ഫിസിക്കലി ഈ പറഞ്ഞ രീതിയിൽ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ അതിന് തീർച്ചയായിട്ടും മണിക്കൂറോളം സമയം എടുത്തേക്കാം. ഇപ്പം ആ ഒരു കളക്ടറേറ്റ് കാസർഗോഡാന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഒരു ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും മേ ബി ഇത് ഫയൽ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊടുക്കുക. അപ്പൊ തിരുവനന്തപുരത്ത് കൊടുക്കുമ്പോഴേക്കും അന്നത്തെ ദിവസം അവിടെ മന്ത്രി കാണണമെന്ന്, അല്ലെങ്കിൽ ഫയൽ നോക്കേണ്ട കറസ്പോണ്ടിങ് വ്യക്തി അവിടെ ഉണ്ടാകണം നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോഴേക്ക് ഡേയ്സ്, നാളുകൾ ഈ പറഞ്ഞ രീതിയിൽ ഇതിനകത്ത് താമസങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. കളക്ടറേറ്റിന് ആ ഫയൽ വേണമെങ്കിൽ നമുക്ക് ഒരു ക്ലിക്കിലൂടെ, ഇമെയിലൂടെ ഈ പറഞ്ഞ രീതിയിൽ അത് കറസ്പോണ്ടിങ് സെക്രട്ടേറിയറ്റിലെ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ എത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് മേഖലയിലെ എഫിഷ്യൻസീസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന പറയുന്നത്. ആൻഡ് ഓൺലൈൻ പോർട്ടൽസ് ക്യാൻ റെഡ്യൂസ് പ്രോസസിംഗ് ടൈംസ് ബൈ 40%. 40% പ്രോസസിംഗ് ടൈമിനകത്ത് വേരിയേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ 100 ദിവസം എടുത്ത് നടപടി നീങ്ങിക്കൊണ്ടിരുന്ന ഫയലുകളാണെങ്കിൽ 40% റിഡക്ഷൻസ് കൊണ്ടുവന്ന് 60 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഫയലിന്റെ നീക്കം വേഗത്തിലാക്കുക. അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തേക്ക് പറഞ്ഞ രീതിയിലുള്ള ബിസിനസ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെത്തേഡ് കൂടിയാണ് ഈ ഗവേണൻസ് ഉള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ ബെറ്റർ ആക്സസിബിലിറ്റി, എസ്പെഷ്യലി പറയുവാണെങ്കിൽ നമ്മൾ ഈ ബെറ്റർ ആക്സസിബിലിറ്റിയുടെ കാര്യം എല്ലാ രീതിയും, ഈ ഗവേണൻസിന്റെ കാര്യം മാത്രമല്ല, എസ്പെഷ്യലി ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ടെലിമെഡിസിൻ സംവിധാനങ്ങൾ. കാരണം നമ്മുടെ ആരോഗ്യ മേഖലയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റൽസ് നമ്മൾ അത്യാവശ്യം ലാക്കായി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഗ്രാമങ്ങൾ, റൂറൽ ഏരിയസ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആളുകൾക്ക് ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്നതാണ് ടെലിമെഡിസിൻ സംവിധാനങ്ങൾ. അപ്പൊ അതുപോലെ തന്നെയാണ് ഗവേണൻസ്. ഇപ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഗ്രാമങ്ങളിൽ നിന്ന് പഞ്ചായത്ത് വരെ എത്തിച്ചേരേണ്ട ആളുകൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ഓരോരോ എന്താ പറയുക, ഓരോരോ
ഓരോരോ സ്കീമുകൾ അല്ലെങ്കിൽ സർവീസസ് ഈ ഗ്രാമങ്ങളിലെ ആളുകൾക്ക് പലപ്പോഴും കിട്ടിയില്ലെന്ന് വന്നേക്കാം. അതിന് പരിഹാര നിലയിൽ ഇവർക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ഇതെല്ലാം അപേക്ഷകളൊക്കെയാണ് സമർപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ബെറ്റർ ആക്സസിബിലിറ്റി, എസ്പെഷ്യലി ഇൻ റിമോട്ട് ഏരിയാസ്, റൂറൽ ഏരിയാസിലും അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഒക്കെ ആണെങ്കിലും അർബൻ റൂറൽ ഡിവൈഡുകളൊക്കെ ബ്രിഡ്ജ് ചെയ്യാനായിട്ടൊക്കെ തന്നെ സഹായിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ കോസ്റ്റ് റിഡക്ഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കലായിട്ട് ഈ ഫയലുകളൊക്കെ നീങ്ങുമ്പോഴേക്കും ഇതിനകത്തെല്ലാം പേപ്പർ ഉപയോഗിച്ചിട്ടാണ്, പേപ്പർ പെനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഒരുപാട് കോസ്റ്റുകൾ, അതിന്റെ ട്രാവലിംഗ് കോസ്റ്റുകൾ അങ്ങനെയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ബട്ട് ഇത്തരത്തിലുള്ള ഈ ഗവേണൻസ് നീക്കങ്ങൾ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഐ മീൻ പ്രൊക്യൂർമെന്റ് കോസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഏകദേശം 12% കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയപ്പെടുന്നത്. അപ്പൊ അത് ലോങ് ടേമിൽ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ്സ് ഈടാക്കി നൽകുകയും കുറച്ചുകൂടെ കോസ്റ്റ് റിഡക്ഷനും പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നീക്കങ്ങളായിട്ട് അതിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ സിറ്റിസൺ എംപവർമെന്റ് അല്ലെ ഇത്തരത്തിൽ ഈ പറഞ്ഞ കൂടുതൽ ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഈ ഗവേണൻസ് വിത്ത് യൂസിങ് ടെക്നോളജി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് സിറ്റിസൺസ് ആണെങ്കിലും കൂടുതൽ എംപവേർഡ് ആകുകയും അവർക്ക് ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഫീഡ്ബാക്കുകൾ നൽകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓവറോൾ ഗവൺമെന്റിന്റെ എൻഗേജ്മെന്റ്, ഗവൺമെന്റ് ഫംഗ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഘടകങ്ങളായിട്ട് മാറുന്നുണ്ട്. എസ്പെഷ്യലി ഓൺലൈൻ വോട്ടിംഗ് പ്ലാറ്റ്ഫോംസിലൊക്കെയുള്ള കൂടുതൽ ആളുകൾ ഇപ്പോൾ ഫീഡ്ബാക്കുകൾ നൽകാൻ തുടങ്ങുന്നത് അതൊക്കെ ഗവൺമെന്റ് മേഖലയിലെ തന്നെ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മാതൃകകളാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് വിൽ ലീഡ് ടു സ്ട്രെങ്തനിങ് ഓഫ് ഡെമോക്രസി യൂസിംഗ് ദിസ് ഡിജിറ്റൽ ടൂൾസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഗവേണൻസിന് അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടത്. ഇനി ഇതിന്റെ അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി മേക്കിംഗ് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് എഫിഷ്യൻസിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. ഡിസാസ്റ്റർ റെസ്പോൺസിൽ ഇത് കൂടുതൽ സഹായിക്കും. കാരണം ഇത് മൾട്ടി ലെവൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏകോപനം ഉണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടാവും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മിനിസ്ട്രീസ് തമ്മിൽ. അതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ തന്നെ നയിക്കുക, മീൻസ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ്. പിന്നെ എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി കാര്യം ഞാൻ പറഞ്ഞു, പേപ്പറിനകത്തൊക്കെ ഫിസിക്കൽ പേപ്പറിന്റെ റിഡക്ഷൻ ഒക്കെ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ മാറാനായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്കൊക്കെ തന്നെ നയിക്കാനായിട്ടുള്ള ഘടകങ്ങളായിട്ട് മാറിക്കൊള്ളും. അപ്പൊ അതൊക്കെ ഈ ഗവൺമെന്റിന് അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സാധിക്കും. ട്രാൻസ്പെറൻസി ഓട്ടോമാറ്റിക്കലി വരുമ്പോഴേക്കും നമുക്ക് അവിടെ കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ഗവൺമെന്റിന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് മെയിൻസിനകത്തൊക്കെ ഇങ്ങനെ പോയിന്റ്സ് എഴുതുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ഈ കെ സ്മാർട്ട് പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ അപ്കമിംഗ് ആയിട്ടുള്ള KS എക്സാമ്പിൾ ഉണ്ട്. KS എക്സാമിനാണെങ്കിലും ഈ ഒരു ടോപ്പിക്കിനകത്ത് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഓക്കെ, സോ ദെൻ മൂവിംഗ് ഓൺ ടു തേർഡ് ആർട്ടിക്കിൾ. ഇന്നത്തെ എഡിറ്റോറിയൽ പേജിന്റെ ആർട്ടിക്കിൾ ആണ് ക്ലീൻ വാട്ടർ ലിസ്റ്റ് ഫോർ ദ ചോയ്സ് ഓഫ് ആധാർ ലിങ്കേജസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മെയിൻലി ഞാൻ തുടക്കത്തിൽ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വോട്ടിങ്ങിനകത്ത് ഈ ബോഗസ് വോട്ടിംഗ് അല്ലെങ്കിൽ കള്ള വോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ തടയാനായിട്ടാണ് പണ്ട് 2008 കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വോട്ടർ ID ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൃത്യമായിട്ടും ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രഖ്യാപനമാണ് ഇനി മുതൽ നമ്മൾ വോട്ടർ ID ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു നടപടിയിലൂടെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2008 കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ വോട്ടർ ID ഒരു യുണീക്ക് ID ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴേക്കും വീണ്ടും 2024 ആധാരമായിട്ട് എനേബിൾ ചെയ്യും അല്ലെങ്കിൽ കണക്ട് ചെയ്യും എന്ന് പറയുമ്പോഴേക്കും നമ്മളൊരു ചോദ്യമാണ്, നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന നമ്മൾ പറഞ്ഞിട്ടിരുന്ന വോട്ടർ ID എന്ന് പറയുന്നത് യുണീക്ക് ആയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു നോർമൽ ഒരു ID എന്ന് പറയുമ്പോഴും അതുപോലെ യുണീക്ക് ID തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കണം. ഇപ്പൊ നോർമൽ ID എന്ന് പറയാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ വോട്ടർ ID ഉണ്ടാകാം, അല്ലെങ്കിൽ മീൻസ് എല്ലാവരും ഞാൻ പറയുന്നില്ല, 18 വയസ്സിന് മുകളിൽ പ്രായമായി വോട്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കൊക്കെ തന്നെ വോട്ടർ ID ഉണ്ടാകാം. അല്ലെങ്കിൽ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ബേസിക്കലി ID പ്രൂഫ് ആയിട്ട് നമ്മൾ പലപ്പോഴും പരീക്ഷകളൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഇതൊരു ID പ്രൂഫാണ്. ഐ മീൻ ആളെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊരാളെ കൃത്യമായിട്ടും ആ വ്യക്തിയെ തന്നെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പം ID നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസ് ശരിയാണ്, അതിൽ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ഇഫ് നമ്മുടെ ഒരു ഐഡന്റിക്കൽ ട്വിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഇരട്ട സഹോദരൻ സഹോദരി. അപ്പോൾ ഐഡന്റിക്കൽ ട്വിൻ ഉണ്ട്, ആളുടെ നമുക്ക് കിട്ടിയ ID കാർഡാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്, അതിൽ ഫോട്ടോ ഉണ്ട്. നമ്മുടെ ഐഡന്റിറ്റി ട്വിന്നിനും അതേ ഷേപ്പ് തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആ വോട്ടർ ID ആൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ സിറ്റുവേഷനിൽ ആ വോട്ടർ ID നമുക്ക് യുണീക്ക് ID എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. യുണീക്ക് ID ആണെങ്കിൽ അത് ട്വിൻ ആയാലും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അത് ഓരോ വ്യക്തിക്കും ക്ലിയർ കട്ട് അദ്ദേഹത്തിന് മാത്രമായിരിക്കണം ഉപയോഗിക്കാൻ സാധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡുകളൊക്കെ തന്നെ ഐ മീൻ ഐഡന്റിഫിക്കേഷൻ പ്രൂഫിനായിട്ട് ഉപയോഗിക്കുന്ന കാർഡുകളൊക്കെ തന്നെ നോർമൽ IDs എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ നേരെ തിരിച്ച് ആധാർ
കാർഡ് അങ്ങനെയല്ല. ആധാർ കാർഡ് എന്ന് പറയുന്നത് ഈവൻ ദോ ട്വിൻ ആണെങ്കിൽ പോലും, ട്വിൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അത് യുണീക്ക് ആയിരിക്കും. ബിക്കോസ് ആധാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോമെട്രിക് ആയിട്ടുള്ള വിവരം കൂടെ അവിടെ കയറി വരുന്നുണ്ട്. ലൈക്ക് ഐറിസ് സ്കാനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിംഗർ പ്രിന്റ് ഉണ്ട്. അപ്പൊ ഫിംഗർ പ്രിന്റ് എന്നൊക്കെ പറയുന്ന ഓരോ വ്യക്തികൾക്ക് യുണീക്ക് ആയിരിക്കും. ട്വിൻസ് ആണെങ്കിലും ഒക്കെ തന്നെ ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് കേസസിൽ ഒരു 90% നമുക്കത് മീൻസ് യുണീക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ആധാർ കാർഡിനെ ഒരു യുണീക്ക് ഐ ഡി എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യുണീക്ക് ഐ ഡി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ആധാർ കാർഡ് പോലെയുള്ളവയാണ്. മറ്റു കാർഡുകളൊക്കെ തന്നെ ഐഡന്റിഫിക്കേഷൻ കാർഡ്സ്, നോർമൽ ഒരു ID കാർഡ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വോട്ടർ ഐ ഡിയെ നമുക്ക് യുണീക്ക് എന്ന് പറയാൻ പറ്റാത്തത്. അപ്പൊ വോട്ടർ ഐ ഡി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ വോട്ടർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അതിനകത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിനെ കുറച്ചുകൂടി യുണീക്ക് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമുക്കൊരു ഇൻഡെലിബിൾ ഇങ്ക്, നമുക്ക് വോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കയ്യിൽ മഷി പുരട്ടുമല്ലോ, ആ ഒരു മഷി പുരട്ടുന്നതൊക്കെ തന്നെ ആ പ്രോസസ് കുറച്ചുകൂടി യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടമാണ് നമുക്കറിയാം, ഈവൻ ആ മഷി പോലും, ആ ഒരു വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വിരലിൽ പതിപ്പിക്കുന്ന ആ ഒരു മഷി പോലും നമുക്ക് കെമിക്കൽസ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ വോട്ടർ ഐ ഡി വെച്ചുകൊണ്ടിട്ട്, അല്ലെങ്കിൽ ഒരേ വ്യക്തിക്ക് തന്നെ പലതവണ വോട്ട് ചെയ്യാനായിട്ട്, പല കോൺസ്റ്റിറ്റ്യുവൻസീസിൽ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കറന്റ് നമ്മുടെ വോട്ടർ ഐ ഡി സംവിധാനങ്ങളൊക്കെ തന്നെ യുണീക്ക് ഐ ഡി ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ വോട്ടർ ഐ ഡി ഇപ്പോൾ യുണീക്ക് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതിനകത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. 2008 കഴിഞ്ഞ് ഇത്രയും വർഷം എടുത്തു ഗവൺമെന്റിന് ഇത് മീൻസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തിരിച്ചറിയാനായിട്ട്, ഐ മീൻ ഇത് യുണീക്ക് അല്ല എന്ന് തിരിച്ചറിയാനായിട്ട് ഇത്ര നാൾ എടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് പറയപ്പെടുന്നത്. എനിവേ, അത് യുണീക്ക് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വോട്ടർ ഐ ഡി നമ്മൾ ഏതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നു, ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് യുണീക്ക് ആയി മാറാൻ പറ്റും എന്നുള്ളതാണ് ഏകദേശം അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ബിക്കോസ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോട്ടർ ഐ ഡി എന്ന് പറയുന്നത്, സോറി, ആധാർ എന്ന് പറയുന്നത് യുണീക്ക് ആണ്. അപ്പൊ അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഏതൊരു വസ്തുവും വേണമെങ്കിൽ അതിനെ നമുക്ക് യുണീക്ക് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അത് നമ്മൾ ഗവൺമെന്റ് തീരുമാനം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെ അതിനൊരു യുണീക്ക് ഐ ഡി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് മാക്സിമം കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. ബോഗസ് വോട്ടിങ്ങും ഒക്കെ തന്നെ മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോരായ്മ എവിടെയാണ്, അല്ലെങ്കിൽ ചലഞ്ച് ആയിട്ടിരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ പ്രൈവസിയാണ്. ബിക്കോസ് ഓൾറെഡി തന്നെ നമുക്കറിയാം, ആധാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒട്ടുമിക്ക വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഡീകോഡ് മീൻസ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അതെല്ലാം ആധാറുമായിട്ട് മിക്കവാറും കണക്റ്റഡ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. നാളെ നമ്മുടെ ഈ വോട്ടർ ഐ ഡിയും ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് വരികയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സംശയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. ആ വോട്ടിംഗ് തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസസും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ ഏറ്റവും നന്നായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കോട്ടുണ്ട്, ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു കോട്ടാണ്. ആ ഒരു കോട്ടിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, കാരണം പരീക്ഷയിൽ മെയിൻസ് ഒക്കെ ആവശ്യമായിട്ട് മാറിയേക്കാം. പണ്ട് ഈ പറഞ്ഞ ഇതിൽ BR അംബേദ്കർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോട്ടാണ്. ഹി ഹാഡ് വോൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇൻ 1914 ദാറ്റ് സാങ്ക്ടിറ്റി ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യസ് ഡെമോക്രസി. അപ്പോൾ ഇന്ത്യയുടെ ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻ എന്ന് 1949 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വെച്ചിട്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ എന്താണ്, സാങ്ക്ടിറ്റി ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പൊ സാങ്ക്ടിറ്റി ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിശുദ്ധിയാണ് ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് അത് നടപ്പാകുന്നുണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, കാരണം ബോഗസ് വോട്ടിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിനെ കുറച്ചുകൂടെ സാങ്ക്ടിറ്റിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കുറച്ചുകൂടെ യുണീക്ക് ആക്കാനായിട്ട് വോട്ടർ ഐ ഡി അതുപോലെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് നാവിഗേറ്റിംഗ് യൂണിക് ഐഡീസ് ആൻഡ് നോർമൽ ഐഡീസ് തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇതിനകത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ടാർഗറ്റഡ് ആയിട്ട് നമുക്ക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, സർവീസ് ഡെലിവറി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, ഫ്രോഡും കറപ്ഷൻസും റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എൻഹാൻസ്ഡ് ഡാറ്റ കളക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലൂടെ ഉണ്ടാകുന്ന ചലഞ്ചസ് ഞാൻ പറഞ്ഞു, പൊട്ടൻഷ്യൽ ഫോർ കൺഫ്യൂഷൻസും ഡ്യൂപ്ലിക്കേഷൻസും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ഡാറ്റ പ്രൈവസി കൺസേൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർ ഓപ്പറേറ്റിവിറ്റി ഡിഫറെന്റ് ഐ ഡി സിസ്റ്റംസ് തമ്മിലുള്ള ഇന്റർ ഓപ്പറേറ്റിവിറ്റി. ഇപ്പൊ ഇനി ഇലക്ഷന് പോകുമ്പോഴേക്കും നമ്മൾ വോട്ടർ ഐ ഡി മാത്രം എടുത്താൽ പോരാ, ആധാറും എടുക്കണം. അത് പറയുമ്പോൾ ഓർക്കണം, ഇന്ത്യയിൽ എല്ലാ ആളുകൾക്കും ആധാർ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് 98% ആളുകളിലേക്ക് ആധാർ എത്തിയിട്ടുള്ളൂ. വിച്ച് മീൻസ് 2% ആളുകൾക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വോട്ടർ സംവിധാനങ്ങളിൽ ഇനി മുതൽ ആധാർ ഇല്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ മനഃപൂർവ്വം ഇലക്ഷൻ സിസ്റ്റം ഒഴിവാക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസും ഇതിനകത്ത് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കോംപ്ലക്സ് ആയിട്ട് സിസ്റ്റം മാറാനായിട്ടും ഒക്കെ തന്നെ ഡാറ്റ പ്രൈവസിയുടെ ഇഷ്യൂസ് ഒക്കെ ഇതിനകത്ത് ഉള്ളതുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കും. ഓക്കെ, ദെൻ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ടോപ്പിക്, റെഡ് സി ആണ്.
റെഡ് സിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം നമ്മൾ മാപ്പ് നോക്കാം. റെഡ് സിയെ ബോർഡർ ചെയ്യുന്ന പ്രധാനമായിട്ടും 6 രാജ്യങ്ങളുണ്ട്. ഒന്ന് ഈജിപ്റ്റ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈജിപ്റ്റ്, സുഡാൻ, എറിട്രിയ, ദെൻ ജിബൌട്ടി, യമൻ ആൻഡ് സൗദി അറേബ്യ. ഇത്ര രാജ്യങ്ങളാണ് നമ്മുടെ റെഡ് സിയുമായിട്ട് ബോർഡർ ചെയ്യുന്നത്. സൊമാലിയ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഹോൺ ഓഫ് ആഫ്രിക്കയുടെ ഭാഗമാണ് സൊമാലിയ. അതുപോലെ തന്നെ ബാബൽ മാൻഡബ് സ്ട്രേറ്റ് പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. ബാബൽ മാൻഡബ് സ്ട്രേറ്റ് ഇവിടെ ജിബൌട്ടിയും യമനും തമ്മിലുള്ള ഒരു നാരോ സ്ട്രേറ്റ് ആണ് ബാബൽ മാൻഡബ്, അല്ലെ കണക്ടിങ് റെഡ് സീ ടു ഗൾഫ് ഓഫ് ഏദൻ. ഇതാണ് ഗൾഫ് ഓഫ് ഏദൻ. റെഡ് സിയെ ഗൾഫ് ഓഫ് ഏദനിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഈ ബാബൽ മാൻഡബ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് ഓപ്പൺ ആണ്? ഇത് ഇന്ത്യൻ ഓഷൻ കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഓഷനിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ഗൾഫ് ഓഫ് ഏദൻ. അതായത് നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മെഡിറ്ററേനിയൻ, ഇവിടെയാണ് മെഡിറ്ററേനിയൻ സീ, യൂറോപ്പ്. അപ്പൊ അവിടെ നിന്നൊക്കെ വരുന്ന കപ്പലുകൾ ഈ ഒരു ഇവിടെയാണ് സ്യൂസ് കനാൽ ഉണ്ട്, ഈ ഗൾഫ് ഓഫ് സ്യൂസ്. അപ്പൊ ഈ സ്യൂസ് കനാൽ ക്രോസ് ചെയ്ത് ഗൾഫ് ഓഫ് സ്യൂസിലേക്ക് എത്തി, അവിടുന്ന് റെഡ് സീയിലേക്ക് എത്തി, അവിടെ പിന്നെ ബാബൽ മാൻഡബ് സ്ട്രേറ്റ് ക്രോസ് ചെയ്ത് ഗൾഫ് ഓഫ് ഏദനിൽ എത്തിയിട്ട് ആണ് നേരെ ഇന്ത്യൻ ഓഷനിലേക്ക് ഇവിടുന്ന് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ഒക്കെ തന്നെ കപ്പലുകൾ പോരുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഈ ഒരു വേൾഡ് മാപ്പിംഗ് ഓർക്കണം. വേൾഡ് മാപ്പിംഗ് ഇന്നത്തെ രാജ്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രാജ്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈജിപ്റ്റ്, സുഡാൻ, എറിട്രിയ, ജിബൌട്ടി, യമൻ ആൻഡ് സൗദി അറേബ്യ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് സിനായ് പെനിൻസുല. ദിസ് കോൾഡ് സിനായ് പെനിൻസുല. ഗൾഫ് ഓഫ് അക്വാബ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പരീക്ഷകളിൽ കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ളതാണ്. ഇസ്രായേൽ, ജോർദാൻ ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സിനിമയും റെഡ് സിയുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് നോക്കാം. റെഡ് സീ സെമി എൻക്ലോസ്ഡ് ആണ്. ഇൻലെറ്റ് ആണ് ഓഫ് ഇന്ത്യൻ ഓഷൻ ബിറ്റ്വീൻ കോണ്ടിനെന്റ്സ് ഓഫ് ആഫ്രിക്ക ആൻഡ് ഏഷ്യ ആണ്. ആഫ്രിക്കയും ഏഷ്യയും കിടക്കുന്നതാണ്, ഇടയിൽ കിടക്കുന്നതാണ് റെഡ് സീ എന്ന് പറയുന്നത്. വേൾഡ്സ് നോർത്തേൺ മോസ്റ്റ് ട്രോപ്പിക്കൽ സീ ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഹെവിലി ട്രാവൽഡ് വാട്ടർവേസ് കണക്ടിംഗ് അറേബ്യൻ സീ ആൻഡ് ഇന്ത്യൻ ഓഷൻ ടു ദ സൗത്ത് ത്രൂ ദ ഗൾഫ് ഓഫ് ഏദൻ ആൻഡ് നാരോ സ്ട്രേറ്റ് ഓഫ് ബാബൽ മാൻഡബ്. ഞാൻ പറഞ്ഞ കാരണമാണ് ജസ്റ്റ് വായിച്ചു പോകുന്നത്. നോർത്തേൺ പോർഷനിൽ റെഡ് സീ ഈസ് ബൈഫോക്കേറ്റഡ് ബൈ ദ സിനായ് പെനിൻസുല ഇൻടു ഗൾഫ് ഓഫ് അക്വാബ ആൻഡ് ദ ഗൾഫ് ഓഫ് സ്യൂസ് ആണ്. ആൻഡ് വെർ ഇറ്റ് ഈസ് കണക്ടഡ് ടു മെഡിറ്ററേനിയൻ സീ വയ ദ ഫേമസ് സ്യൂസ് കനാൽ. അത്രയും കാര്യങ്ങൾ റെഡ് സീ ആയിട്ട് ഓർത്തിരിക്കണം. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. പ്രിലിംസിന് റെഡ് സീ ബോർഡറിംഗ് കൺട്രീസ് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം, പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇത്ര ടോപ്പിക്സ് ആണ് ഇന്നത്തെ DNA നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണ് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത കാണാം. താങ്ക് യു.